നമുക്കിപ്പോൾ ഉള്ളത് നിതിൻ വിശ്വനാഥനാണ്. അദ്ദേഹം നല്ലൊരു ആശയത്തിന് വലിയ നമ്പറുകളെക്കാൾ ഇമ്പോർട്ടൻസ് ഉണ്ട്, വാല്യൂ ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മീഡിയ പേഴ്സൺ ആണ്. വെൽക്കം നിതിൻ. Thank you. Thanks a lot. ഇപ്പൊ ഒരുപാട് ചാനൽസ് ഉണ്ട്, പക്ഷേ മീഡിയ ഇറ്റ്സെൽഫ് ഇസ് ലൈക്ക് എ ബ്രാൻഡ്. സോ യു ഹാവ് സ്റ്റാർട്ടഡ് ഇറ്റ് ലൈക്ക് എ ബ്രാൻഡ്. ഇറ്റ് ഹാസ് ഇറ്റ്സ് പ്രൊഫഷണൽസും. എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തത് അതാണ്, ദ വേ ഇറ്റ് ഈസ് യു ഹാവ് പാക്ക് ദ ഹോൾ തിങ്. ഞാൻ കണ്ടത് 2022 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. Yeah. ആ സമയത്തും ഒരുപാട് മെയിൻ സ്ട്രീം ചാനൽസ് ഉണ്ട്, ഒപ്പം മഷ്റൂമിങ് മെനി മെനി സ്മോൾ ഒരുപാട് ചാനൽസ്. influencer ആൾക്കാരുണ്ട്. അതെ, അപ്പോഴും യു സ്റ്റാർട്ടഡ് സംതിങ് ആൻഡ് യു സ്റ്റാൻഡിങ് യൂണിക്. എന്തായിരുന്നു അന്ന് തോന്നിയ? എന്തും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലായിരിക്കും തീർച്ചയായും. ഉണ്ടാക്കി. നമ്മളിപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും, അതും ഒരു സൊല്യൂഷൻ ആണെന്നുള്ള നിലയ്ക്കാണ്. സോ വാട്ട് വാസ് ദാറ്റ് ഗ്യാപ്പ് യു ഫൗണ്ട് ആൻഡ് ഹൗ ഡിഡ് യു ട്രൈ ടു ഫിൽ ഇറ്റ്? I need to break this into 3 steps actually. First one is the experience I want. കാരണം 2012-13 കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഞാൻ എറണാകുളത്തിൻ്റെ കാര്യം പറയുന്നത്. എറണാകുളത്ത് വിച്ച് ടേൺ ടു ബി കേരളത്തിൽ കുറച്ചും കൂടിയും അന്ന് ഒരു എന്താ പറയുക, ആൾക്കാരുടെ രീതികൾ കൊണ്ട് ഒന്ന് മുന്നിൽ നിൽക്കുന്ന അന്ന് എറണാകുളം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എല്ലാവരും അങ്ങനെ ഇല്ലൊരു സ്ഥലമല്ലേ. അപ്പോൾ എറണാകുളത്ത് അന്ന് പ്രത്യേകിച്ച് മനോരമ അങ്ങനെ കൊടികുത്തി വാഴുന്നു, മാതൃഭൂമിയുണ്ട്, എല്ലാ വലിയ ചേട്ടന്മാരും ഉണ്ട്. വനിത അന്ന് ഏറ്റവും ലീഡിങ് മാഗസീനാണ്. ഈ സമയത്താണ് ആക്ച്വലി എനിക്ക് FWD എന്ന് പറയുന്ന ഒരു മാഗസീനിൽ വർക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടിയത്. ആ അവസരം ആക്ച്വലി ഞാൻ ചോദിച്ചിട്ട് വാങ്ങിച്ചതാണ്. അതിന്റെ CEO എന്നോട് ആവതും പറഞ്ഞാണ് ഈ പണിക്ക് ഇറങ്ങണമെന്നുള്ളത്. ബട്ട് ബിക്കോസ് ദ മാർക്കറ്റ് വാസ് ലൈക്ക് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് സച്ച് കൈൻഡ് ഓഫ് an ഐഡിയ ആക്ച്വലി. അതൊരു ഒരു ഒരു പ്യോർലി ഒരു ഫാഷൻ ഇംഗ്ലീഷ് മാഗസീൻ ആയിരുന്നു, and that in Cochin. But the problem was like it was launched by people of entrepreneurs, serious entrepreneurs, but who doesn't have a media experience. So they jumped into so much, all the sort of problems actually. When it was sinking, that was a time like their investors, their major top end people, thought that there is a call every day they get from a person who asks for an opportunity in this company. So why don't we speak to them? I spoke and seeing my confidence over the product, their product, which was a very great, amazing thing for them. അവർക്ക് പോലും ഇങ്ങനെ ഒരു മതിപ്പ് അവരുടെ സ്ഥാപനത്തിൽ ഇല്ല ആക്ച്വലി. പക്ഷെ എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു അവരുടെ സ്ഥാപനത്തിൽ. അങ്ങനെയാണ് അവർ വിചാരിച്ച എന്തെങ്കിലും ആവട്ടെ, നമുക്ക് കൊടുക്കാം, ഒരു അവസരം കൊടുക്കാം, ഒരു 6 മാസം ഒന്ന് പണിയെടുത്ത് നോക്കട്ടെ എന്ന് വെച്ചിട്ട് 6 മാസം കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം അത് എൻ്റെ മാത്രം മിടുക്കല്ല, ഒരു റൈറ്റ് ടീമിനും കൂടെ അവർ തന്നു. പിന്നെ കാര്യങ്ങളെല്ലാം ഒന്ന് സ്ട്രീം ലൈൻ ചെയ്തപ്പോൾ പിന്നെ ഞങ്ങൾ കണ്ടത് ഒരു മാജിക്കൽ ഗ്രോത്ത് ആയിരുന്നു ആ കമ്പനിക്ക്. ലൈക്ക് വി ഗോട്ട് ലൈക്ക് മുത്തൂറ്റ് അന്ന് ജാഗ്വാറോട് ഇറക്കിയിട്ടുള്ളൂ, BMW EVM ഇറക്കി. ലൈക്ക് വി ഹാവ് ലൈക്ക് വെരി പ്രീമിയം കാർസ് ആൻഡ് മാർക്കറ്റ് ഹാഡ് എ വെരി ഗ്രേറ്റ് പെർസെപ്ഷൻ ഓൺ ലുലു ഓൾസോ. കാരണം ലുലു അന്ന് ഫ്രണ്ടിൽ ഒരു പച്ച സാധനം കെട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ലുലു എന്തോ ഒരു ഭയങ്കര സംഭവമാണ്. ലുലുവിന്റെ ഉള്ളിൽ ഇങ്ങനെയാണ്, ലുലുവിൽ ഇത്ര വലിയ ബ്രാൻഡ് വരുന്നുണ്ട്. എല്ലാ കിംവദന്തികളും കഥകളും മാത്രമേ ഉള്ളൂ, നമുക്കറിയില്ല എങ്ങനെയാണ്. ബട്ട് ഐ വാസ് ബോൺ ആൻഡ് ബോട്ടം ഇൻ ദുബായ് ആക്ച്വലി. എന്നെ ചുറ്റുള്ള എല്ലാവരും ദുബായിൽ ഉള്ളതുകൊണ്ടും ലുലു നമുക്ക് പരിചയമുള്ളതുകൊണ്ടും നമുക്കറിയാം എന്താ ലുലു എന്നല്ല. ബട്ട് ഇറ്റ്സ് നോട്ട് എ സ്മോൾ കമ്പനി, ഇറ്റ്സ് എ ബിഗ് കമ്പനി എന്ന് നമുക്കറിയാം. അപ്പോൾ ദ പോയിന്റ് വാട്ട് ദ ഓണ്ടർപ്രണേഴ്സ് പുട്ട് ഇൻ ഫോർവേഡ് ഇസ് ലൈക്ക്, സി ഈ പറഞ്ഞ മേജർ ഇന്റർനാഷണൽ ബ്രാൻഡ്സിന് it wouldn't be good for them to advertise in Vanita, wherein they were doing in national basis, they're doing a Vogue or like Femina or like major magazines. So in Kerala, there's only a Vanita here. Why don't we start a fashion magazine in there? Not a thought on that. യൂസഫ് അലി സാർ ആ സംരംഭം തുടങ്ങുന്നതിന് മുന്നേ തന്നെ FWD ഇവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് മാർക്കറ്റ് കുഡിൻ പെർസീവ് ഇറ്റ്. ബട്ട് പിന്നെ അവരെ സ്ട്രീം ലൈൻ ചെയ്ത് വന്നപ്പോൾ വി ഗോട്ട് എ ഗ്രേറ്റർ എക്സ്പീരിയൻസ് ഫ്രം ദ മാർക്കറ്റ്. ആൾക്കാരെല്ലാവരും അത് വായിക്കാൻ തുടങ്ങി. എല്ലാ മേജർ കോർപ്പറേറ്റ്സിന്റെ ടീപ്പായ്മയും ആ മാഗസിൻ ഒരു സ്ഥിരം പരിപാടിയായി. അത് ഓൾ ഇസ് ഗ്രേറ്റ്, തിങ്സ് ഫോർ ഗോയിങ് വെൽ ആൻഡ് വി ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് മിസ്റ്റർ അഷ്റഫ് സാർ, യൂസഫ് അലി സാറിന്റെ അനിയൻ. അദ്ദേഹത്തിന്റെ അടുത്ത് ഞങ്ങൾ ഒരു ഐഡിയ പിച്ച് ചെയ്തു. ആൻഡ് ദെൻ he gave us actually a big group. They invested in a greater IP called Forward Fashion Makeover. ആ പ്രോഗ്രാമിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തു ആൻഡ് ഇറ്റ് ക്രിയേറ്റഡ് ലൈക്ക് എ ഹ്യൂജ് ഗ്രോത്ത്. ദാറ്റ് ഇസ് ലൈക്ക് മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ അല്ലാതെ കണ്ട് ഇത്രയും ആൾക്കാരല്ലാതെ മലയാള സിനിമയിലെ എല്ലാവരും ആ ഫാഷൻ ഷൂട്ടിന്റെ ഭാഗമായിരുന്നു. ഐ റിമെമ്പർ ലൈക്ക് ഇൻ ലെഫ്റ്റ് ടൈം മീറ്റിംഗ് വെരി ഗുഡ് ചാമിങ് പേഴ്സൺ, അതിമനോഹര സുന്ദരനെ ഞാൻ കാണുന്ന ഓർമ്മയുണ്ട്. പിന്നീടാണ് ഞാൻ മനസ്സിലായത് ഈ പയ്യൻ ABCDയിലെ വില്ലനായിരുന്നു, അത് ടൊവിനോ ആയിരുന്നു ആക്ച്വലി. ഐശ്വര്യ വാസ് ബഡിങ് മോഡൽ ദാറ്റ് ടൈം. ഇവരെല്ലാവരും ഒന്ന് തുടങ്ങിയിട്ടുള്ളൂ. നിവിൻ അന്ന് തട്ടത്തിൻ മറയത്ത് ചെയ്തിരിക്കുന്നത്. അജു വാസ് എ ഫ്രീക്വന്റ് വിസിറ്റർ ഇൻ അവർ ഓഫീസ്. സോ ഓൾ ദീസ് പീപ്പിൾ വെന്റ് ടു ദ fashion magazine and we created a huge bombard explosion in the market and it turned to a major hit actually.
പിന്നെ ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഹിന്ദുസ്ഥാൻ ടൈംസ്. സോ ഐ സ്റ്റെപ്പ് ബാക്ക് ഫ്രം ഫോർവേഡ് മാഗസിൻ. 2020 നമ്മൾ കണ്ടിട്ടുള്ള ഒരു വലിയൊരു സംഭവമാണ് കോവിഡ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും വീട്ടിലിരിക്കുന്നു, എല്ലാ പ്രസ്ഥാനങ്ങളും സ്റ്റാൻസിലായി നിൽക്കുന്നു, ഒരു ഫ്രീസ് മൊമെന്റ് ഇരിക്കുന്നു. പക്ഷെ ആ സമയം നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഡിജിറ്റൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അതായത് ഐ റിമെമ്പർ എൻ്റെ മദറിൻലോ ലൈക്ക് 2019 തുടക്കം ഷി വാസ് യൂസ് ടു ലൈക്ക് ഏത് നേരം മൊബൈലാണ് ആൾക്കാരെല്ലാവരും എന്ന് പറയുന്ന മദറിൻലോ 2020 I'm saying that same mother-in-law getting into the WhatsApp and telling like, this is WhatsApp, you know, how you going to send the things. The digital literacy rate was increasing like anything till 2020. And that was a time, you know, people, 90 HMR 1 million content ഉണ്ടാക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. Don't take it in another sense, but in a right way. അവർ പാചകം ചെയ്യുന്നു, അവർ കുട്ടീനെ സ്കൂളിൽ വിടുന്നു, അങ്ങനത്തെ കണ്ടന്റുകൾ ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്യുന്ന ഒരു പോയിന്റ് 2021 ആക്ച്വലി ഞങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ട് ഒരു ഗ്ലോബൽ സ്കെയിൽ ഇന്ന് പ്രിന്റ് ആൻഡ് എക്സ്പെൻസ് ഇല്ല. ഡിജിറ്റൽ യൂട്യൂബ് ഇസ് ലൈക്ക് എക്സ്പ്ലോറിംഗ് ലൈക്ക് എനിത്തിങ്. India is one country got so much of GB in the market, like anyone can create a medium within a matter of time. Forward തുടങ്ങാൻ വേണ്ടിയിട്ട് 1 CR അടുത്ത് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വന്നിരുന്നു. പക്ഷെ ഇന്ന് ഒരു മീഡിയ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും പോലെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് ആദ്യം വന്നൊരു സംഭവം ഉണ്ടായത്. ബട്ട് സ്റ്റിൽ I was very clear that I don't want my face to come out in the medium. എനിക്ക് വേണ്ടിയിരുന്നത് ഐ വാസ് വെരി ക്ലിയർ ദാറ്റ് സി ഇറ്റ് ഇസ് നോട്ട് ഐ വാണ്ടഡ് ടു ഗോ വിത്ത് ദ ടൈം ആക്ച്വലി. അതായത് ഇന്ന് കാലത്തിനൊപ്പം പോകാന്നുള്ളതല്ല. എൻ്റെ ബേസിക്കലി എൻ്റെ തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നത് നെക്സ്റ്റ് ഇപ്പോൾ എന്താ പറയുക അടുത്തൊരു ജനറേഷൻ വരുന്ന സമയത്ത് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി വെക്കലായിരുന്നു എൻ്റെ ഇതുണ്ട്. അതിന് വേണ്ടിയിട്ട് ബാക്ക്വേർഡ് ഞാൻ എന്ത് ചെയ്യണമെന്നായിരുന്നു എൻ്റെ തോട്ട് ഉണ്ടായിരുന്നു. സോ ഐ തോട്ട് ലൈക്ക് വൈ ദാറ്റ് എക്സ്പീരിയൻസ് ഇൻ ഫോർവേഡ്. Anyway, I know how much I put in. My team members know, all my investors and all the high-end people know that what kind of effort I put in that company to bring to this level. പരസ്യം ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം നിതിൻ എന്താണ് അവിടെ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തുകൊണ്ട് ആ എഫേർട്ട് എൻ്റെ സ്ഥാപനത്തിൽ ഇട്ടുകൂടാ എന്നുള്ള ചിന്തയിലാണ് ആക്ച്വലി WSL Media എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. Then like getting into the last, it is actually an IP model. We have കേരളത്തിലെ വളരെ പ്രമുഖരായിട്ടുള്ള സെലിബ്രിറ്റീസോ ഇൻഫ്ലുവൻസേഴ്സ് ആണ് എൻ്റെ ഓരോ ഷോയും ചെയ്യുന്നത്. And every show has a DNA of a fashion and lifestyle. A combination of a Netflix and a Vogue actually. Netflix I refer to the content strength, and the Vogue I refer to the lifestyle fashion approach actually. So now we started with a campus show which RJ Mathukute ആയിരുന്നു ആ ഷോ ഉണ്ടായിരുന്നു. When I remember like 45, when I was having only like 45 subscribers with me. എൻ്റെ ഉറ്റ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും അത്രയും ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് when I approached ജൂഡ് അന്ന് 2018 എന്നുള്ള സിനിമ പത്രങ്ങളെല്ലാം 100 കോടി അടിച്ചു എന്നുള്ള വാർത്ത വന്നിരിക്കുന്ന സമയമാണ്. ജൂഡിനെ ഞാൻ അപ്രോച്ച് ചെയ്തു. ജൂഡിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഒന്ന് വരാവോ, എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഒരു 3 മണിക്കൂർ സമയമാണ് എന്ന് പറഞ്ഞു. ജൂഡ് വന്നു, ഗംഭീരമായിരുന്നു. ഞാൻ ഇതുവരെ അപ്രോച്ച് ചെയ്ത എല്ലാ സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് കാര്യം പറയുമ്പോൾ അവർക്കും അവിടെ ഗുണമുണ്ട് എന്ന് കാണുമ്പോൾ അവർ വന്നിട്ടുണ്ട് എനിക്ക്. അത് ഒരു ക്യാമ്പസ് ഷോ ആയിരുന്നു. Then we thought like it's high time like we need to create our own IP which has nowhere a similar flavor in the market. അങ്ങനെയാണ് സ്റ്റാർ ഡ്രൈവ് എന്നുള്ള IP ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നത്. It took like 1.5 years for me to convince a celebrity actually. I'm not putting his name here. അദ്ദേഹത്തിൻ്റെ അടുത്ത് 1.5 വർഷം ഞാൻ പിന്നാലെ നടന്നപ്പോൾ എല്ലാവരും പറഞ്ഞു തരുന്ന ബേസിക്കലി ഇത് ഇൻഫ്ലുവൻസർ കണ്ടന്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അല്ല. ആൻഡ് വൺ ഡേ മൊത്തത്തിൽ ഒരു വിരക്തിയുടെ ഇതിൽ ഞാൻ ഉണ്ണീനെ കണ്ട ഉണ്ണിയുടെ മാനേജർ ആയിരുന്നു ഉണ്ടായിരുന്നു. ഐ വാസ് ലൈക്ക് റെഡി ടു ഹിയർ എ ബ്ലേറ്റന്റ് നോ ആക്ച്വലി. ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, സർ ഇത് ഇങ്ങനൊരു ഗംഭീര പരിപാടിയാണ്, ഇത് ഇതുവരെ നടന്നിട്ടില്ല, എനിക്ക് തരാൻ റെഫറൻസും ഇല്ല, കുറച്ച് തയ്ച്ചു കൂട്ടിയിട്ടുള്ള കുറച്ച് കണ്ടന്റിന്റെ ഇത് റെഫറൻസ് തരാൻ പറ്റും, നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങും ഇല്ലാത്ത മൈലേജ് തരും, നിങ്ങൾ നോ ആണ് പറയണമെങ്കിൽ ഈ ഫോണിന്റെ കോൾ ഇവിടെ നിർത്തിയിട്ട് ഞാൻ മറ്റൊരു സെലിബ്രിറ്റിയിൽ പോകുന്നു. He told explain me a bit more about this program. എന്നോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. He told that this day I will be with you. I'll give you 2 hours actually. That was actually a beginning of a startup. That was a rebirth of WSL actually. And I met one of the most professional gentlemen, Unni ആയിരുന്നത്. He was വല്ലാണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിച്ച് ഒട്ടാനുണ്ടായിരുന്നില്ല, പ്രൊഫഷണലിസം കാണിച്ച് മൂപ്പര് ഭയങ്കര ജാടായിട്ട് നിൽക്കുന്നല്ല. പ്രൊഫഷണൽസ് അങ്ങേ അറ്റത്തെ ഒരാളായിരുന്നു ഞാൻ കണ്ടത്. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് കേട്ടോ, എനിക്ക് ബാക്കിയുള്ള ഒരാളുടെ അനുഭവമല്ല ഞാൻ പറയുന്നത്. ഞാൻ കണ്ടത് ഒരു ഭയങ്കര പ്രൊഫഷണലിസം ഉള്ള ഒരാൾക്കായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ മേലെ വെച്ചുള്ള ഒരു വിശ്വാസമായിരുന്നു. അതാണ് ആക്ച്വലി ഇന്നേ വരെ പോയത്.
Oh, dude, this is the supersonic feeling on that. It is just it's like you're going for a takeoff. That's good. പ്രകാശ് സാറിലേക്ക് എത്തുന്ന സമയത്ത് ആക്ച്വലി ഞാൻ സാറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ സാർ ഇസ് എ ഡിഫറെന്റ് പാറ്റേൺ ആക്ച്വലി ആൻഡ് ദാറ്റ് വാസ് എ ടൈമിൽ ലെക്സസ് ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിന് പോകുന്ന ഷോ ഞങ്ങളുടെയാണ്. I told sir, so this is the pattern actually, a very different pattern. I don't know, like you will be satisfied with the kind of subscribers I hold, but I can surely tell you that one day this content will uplift Prakash Verma to the next level. അപ്പൊ അതിനർത്ഥം ഈ കണ്ടന്റ് ചെയ്തില്ലെങ്കിൽ ഞാനില്ല എന്നല്ല സാർ എന്ന് പറഞ്ഞു. പക്ഷെ ഇതൊരു ഭയങ്കര ക്വാളിറ്റി കണ്ടന്റ് ആണ് സാർ, ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞപ്പോൾ ആക്ച്വലി മൂപ്പര് ആദ്യം ഫോൺ അപ്രോച്ച് ചെയ്ത് ഭയങ്കര ഹാർഷായിട്ടായിരുന്നു. സർ എൻ്റെ പേര് നിതിൻ എന്നാണ്, ഐ റെപ്രസെന്റ് മീഡിയ കോൾ WSL, ദിസ് ഇസ് ആൻ IP ആക്ച്വലി എന്ന് പറയുമ്പോൾ അദ്ദേഹം തിരിച്ചു വെച്ച എന്താ IPL എന്താ IPL എന്നാ ചോദിച്ചത്. IPL അല്ല, ഇതൊരു IP ആണ്. Then he very calmly he listened to all the things and he told, well and good, do one thing, you call Sneha, it's available in Nirvana's website, get it and coordinate with her. So that's how we started actually, and how it has formed. Yeah. So you already answered this, but still I'll frame that question as in Prakash Samantharam, he started seeing film industry from late 90s, and and now he's coming to the film industry, even though he could have come long ago. Of course, he was associating films, long back. But coming in front of the camera, he was hesitant, or he was not coming so far. Apo he could have, of course, his conversations might have come in many channels as a Nirvana founder, Zuzu പോലത്തെ advertisement, ആ രീതിയിലൊക്കെ വന്നിട്ടുണ്ട്, of course. But presenting him as a, interviewing and all, he could have gone for mainstream major national or international channels. He would have gone like that. അദ്ദേഹം ഈ എടുത്ത തീരുമാനത്തിന്റെ, of course, IP-യുടെ കാര്യം പറഞ്ഞു. But if you could elaborate a little more, like how that conversation was and how did he find it interesting in that? ബേസിക്കലി ഒന്ന് എന്താന്ന് വെച്ചാൽ അദ്ദേഹം അന്ന് വലിയ ആൾക്കാർ ഒഴികെ, അതായത് അന്ന് അദ്ദേഹം തെരഞ്ഞു പിടിച്ച മൂപ്പര് മാത്രമേ, തെരഞ്ഞു പിടിച്ച ഷോർട്ട് ലിസ്റ്റ് ആൾക്കാർക്ക് മാത്രമേ അദ്ദേഹം കൊടുക്കണ്ടായിരുന്നു. ആസ് ഫർ വാട്ട് ഐ നോ ആക്ച്വലി അത് തന്നെ ആയിരിക്കും തോന്നുന്നു. അന്ന് ഏഷ്യാനെറ്റിൽ വന്നു, മാതൃഭൂമിയിൽ വന്നു, മനോരമയിൽ വന്നു, കൈരളി വന്നു, ഇത്രയും മേജർ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് അദ്ദേഹം. രണ്ടാമത്തെ ഒരു യൂട്യൂബ് ചാനൽ നോക്കി കഴിഞ്ഞാൽ അന്ന് ക്യൂലിന്റെ ഇന്റർവ്യൂ ഭയങ്കര ഹിറ്റായിരുന്നു ആ സമയത്ത്, മനീഷിന്റെ. പിന്നെ ധന്യവർമ്മയുടെ കണ്ടന്റിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് ധന്യവർമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ട്, മനീഷ് ഓൾറെഡി ഹിറ്റാണ് ആ കണ്ടന്റ്. അപ്പോൾ അപ്രോച്ച് ചെയ്യാൻ എനിക്കും നാണക്കേടാണ്, കാരണം അദ്ദേഹം കൊടുത്ത എല്ലാ വലിയ ചാനലുകളാണ്. എനിക്ക് എത്ര സബ്സ്ക്രൈബർ ഉണ്ട് നിനക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കതൊരു ചളിപ്പാവും മാറും. അപ്പൊ ഞാൻ പറഞ്ഞു, സർ സബ്സ്ക്രൈബ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സർ സബ്സ്ക്രൈബ് ഞാൻ പറയുന്നില്ല, പക്ഷെ ഐഡിയ ഒന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഐ ടോൾഡ് ഹിം, സർ ദിസ് ഇസ് ഐഡിയ ആൻഡ് വൺ തിങ് ഐ ഷോ യു ദാറ്റ് it is not only will hold at Mohanlal, because entire conversation like Nirvana, മൂന്നാല് എലിമെന്റ്സിലാണ് അദ്ദേഹത്തിന്റെ അഡ്വർടൈസ്, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എല്ലാവരും ഫോക്കസ് ചെയ്തിരുന്നു. അന്ന് നോക്കുന്ന സമയത്ത് നിർവാണയിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഉണ്ട്, കൈരളിയിൽ അദ്ദേഹത്തിന്റെ ആസ്റ്റൺ മാർട്ടിൻ കാണിക്കുന്ന ഇന്റർവ്യൂ ഉണ്ട്, മോഹൻലാലായിട്ട് അദ്ദേഹത്തിന്റെ അടുപ്പത്തെ കുറിച്ചുള്ള ഇന്റർവ്യൂ ഉണ്ട്, തുടർന്നുള്ള വിശേഷങ്ങളുണ്ട്, പിന്നെ തരുൺമൂർത്തി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ, അത് ആ ഒരു അവരുടെ റിലേഷൻഷിപ്പിന്റെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇതല്ലാതെ ഉണ്ട് പ്രകാശ് വർമ്മ എന്താണെന്നുള്ളത് ആക്ച്വലി ആൾക്കാർക്ക് അറിയില്ല. ദാറ്റ് ഇസ് ഫോർ ഐ തോട്ട് ലൈക്ക് ദാറ്റ് ഇസ് എ മേജർ ഏരിയ ആക്ച്വലി. ഐ ആസ്ക് മൈ റൈറ്റർ ടു ഡിഗ് ഓൺ ദാറ്റ് ഏരിയ. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ അന്ന് ക്ലബിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, അത് സൂസുവിനെ കുറിച്ചിട്ടും എല്ലാത്തിനെ കുറിച്ചും അദ്ദേഹം ഷാറുഖ് ഖാൻ, അപ്പൊ ഞങ്ങൾ അവിടെയും കുഴിക്കാൻ തുടങ്ങി. അതിൽ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്, സൂസുവും ഷാറുഖ് ഖാനും. ഇതല്ലാതെ കണ്ട് അദ്ദേഹം അങ്ങനെ കാര്യം വരെ ഇവിടെ പോയിട്ടില്ല. ഇത് രണ്ടിലും മാത്രമേ അവിടെ എൻറ്റയർ കോൺവെർസേഷൻ ബിൽഡ് ചെയ്തിട്ടുള്ളൂ. സോ ഇത് ഞങ്ങളുടെ പെർസെപ്ഷൻ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലൈക്ക് പുറത്തു പോകാതെ കണ്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ള വെരി പ്രിസൈസ്, എന്റെ ഫാദറിനോട് എടുത്താണ്, യൂസ് ലൈക്ക് നോ 73, 76 is not. അപ്പോൾ ആൻഡ് ഗ്രേറ്റർ ഫാൻ ഓഫ് മോഹൻലാൽ ഓൾസോ, ഗ്രേറ്റർ ഫാൻ ഓഫ് തുടർ മൂവി ഓൾസോ, ആൻഡ് ഗ്രേറ്റർ ഫാൻ ഓഫ് പ്രകാശ് വർമ്മ ഓൾസോ. ആഫ്റ്റർ ദ മൂവി I approached and told, like, അങ്ങൾ ഈ പടം കണ്ടില്ലേ, ഈ വില്ല എങ്ങനെയെന്ന് ചോദിച്ചു. ഗംഭീര വില്ലല്ലേ, ആസ് യൂഷ്വൽ ഇൻ അവർ കോൺവെർസേഷൻ ഈ ടോൾഡ് മീ ഇത് ഗംഭീര വില്ല, ഒരു മറ്റേ ഒരു NF വർഗീസിന്റെ സംഭവം ഉണ്ടെന്നൊക്കെ പറയാൻ അങ്ങനെ പറഞ്ഞു. ഇയാൾ ആരാന്ന് അങ്ങനെ അറിയാമെന്ന് വെച്ചു. ഞാൻ ഇവിടെ കേട്ടു, പലയിടത്തും കേട്ടു. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര പരസ്യത്തിന് എന്തോ വലിയ ആളാന്നാണ് എനിക്ക് അറിയാവുന്നത്. സോ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈ ലേമന് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പരസ്യത്തിന് ഒരു വലിയ പുള്ളിയാണെന്ന് അറിയാം, എന്നല്ലാതെയാണ് അതിന് മേലെ ഈ ആൾക്കാർക്ക് അറിയില്ല. പിന്നെ അറിയാവുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്ന് ഹച്ച് പട്ടിയും ഹച്ചും, പിന്നെ ഷാറുഖ് ഖാൻ ദുബായ്. ഇതല്ലാതെ ആൾക്കാർക്ക് അങ്ങനെ അറിയില്ല. സോ ഐ ആസ്ക് മൈ റൈറ്റർ, ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ദ മേജർ കാച്ച് പോയിന്റ് ഇസ് ലൈക്ക് ഹൗ പ്രകാശ് വർമ്മ an inevitable part of ഇന്ത്യൻ അഡ്വർടൈസിങ്. ഈ ലൈനിൽ നീ ഡിഗ് ചെയ്ത് റിസർച്ച് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ്
this guy did an enormous work also. He did it to that greater extent. He did his research. അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു വന്നു. സാറിന് അപ്പോൾ എനിക്ക് 2 റൗണ്ട് ഉണ്ടായിരുന്നു. ആദ്യത്തെ റൗണ്ട് അല്ലാതെ കണ്ട് സാറായിട്ടുള്ള കോൺവെർസേഷൻ. ലൈക്ക് എനിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എന്റെ ഇന്റർവ്യൂ എടുത്തിട്ടാണ് സാർ ഇന്റർവ്യൂവിൽ വരുന്നത് ആക്ച്വലി. അപ്പോൾ ആദ്യം സാർ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. രണ്ടാമത് മാമിന്റെ അടുത്ത് ഞാൻ ബ്രീഫ് ചെയ്തു, മാം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് സംഭവം. ഓക്കെ, തേർഡ് റൗണ്ട് സാർ എന്നെ വീണ്ടും പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു, എന്നിട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു നോ വാട്ട് ഇസ് ദ ഏരിയാസ് യു ഗോണ ഫോക്കസ്, എങ്ങനെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പൊ എന്നോട് പറയുന്നത് ക്ലബിലെ പരിപാടി 5 കൊല്ലമായിട്ട് എനിക്ക് ഇറങ്ങിയിട്ടെന്ന് പറയുന്നു. ലാസ്റ്റ് ഡേ വാസ് ലൈക്ക് 5 years ബിഫോർ ഇറ്റ് ലോഞ്ച്. അപ്പൊ ഓക്കെ അപ്പൊ ഞാനൊരു ചെറിയ ധാരണ കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് പറയാൻ പോകുന്നത്. ബട്ട് ഐ വാസ് ക്ലിയർ ദാറ്റ് ഇന്ന് മീഡിയയിൽ നടക്കുന്ന പോലെ മൂപ്പർക്ക് ധാരണ ഉണ്ടായിരുന്നത് ആങ്കർ കൊണ്ടുവന്നാണ് ധാരണ ഉണ്ടായിരുന്നത്. ഇതിന്റെ ഒരു വ്യക്തമായ സ്ക്രിപ്റ്റ് ഉണ്ട്, റിസർച്ച് ഉണ്ട്, ഒരു എഡിറ്റോറിയൽ ടീം ഉണ്ടെന്ന് മൂപ്പർക്ക് അറിയില്ലായിരുന്നു. ഐ തിങ്ക് സോ. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ദ മേജർ പോയിന്റ് ഇസ് ലൈക്ക് അദ്ദേഹം ഷൂട്ടിന് വരുമ്പോഴാണ് ആക്ച്വലി ഞങ്ങൾ നേരിട്ട് കാണുന്നത് തന്നെ. അതുവരെ ഒരു വർഷമായിട്ട് ഞങ്ങൾ ഫോണിക്കുള്ള കോൺവെർസേഷൻ മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഫോണിക്കൂടെ മാത്രമാണ്. ഞാൻ ഇന്നലെ ആർട്ടിക്കിളിൽ എത്രത്തോളം ആ 2 പേര് എൻ്റെ അടുത്ത് മാനുഷികത കാണിച്ചിട്ടുണ്ടോ അത്രയും ആ ഫോൺ കോൺവെർസേഷനിലാണ് അവർ എന്നെ അത്രയും ട്രസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ എൻ്റെ ബന്ധുവല്ല, എൻ്റെ പരിചയക്കാരല്ല, എൻ്റെ നെയ്ബറല്ല, എൻ്റെ രക്തബന്ധമല്ല, ഒന്നുമില്ലെങ്കിൽ പോലും അവർക്ക് എന്നെ കാണിക്കാൻ ആവശ്യമില്ല. ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഒരു ഇന്റർവ്യൂ വന്നത് ഇപ്പൊ എന്തായാലും ചെയ്യാൻ പറ്റില്ല, അടുത്ത പ്രാവശ്യം ചെയ്യാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഞാൻ ജീവനോട് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തി എൻ്റെ എല്ലാത്തിലും കഴിഞ്ഞിട്ട് ലാസ്റ്റില് ആ ഇന്റർവ്യൂവിന് അവർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അംഗീകാരമായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഷൂട്ടിനാണ് അദ്ദേഹത്തെ കാണുന്നത്. ഷൂട്ടിന് നമ്മൾ എൻറ്റയർ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ മൂപ്പര് ആദ്യം ചോദിച്ചത്, ഇത് പ്രൊമോഷനാണോ നിതിനെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അല്ല സാർ, പ്രൊമോഷൻ ഒന്നുമില്ല, പ്യോർലി സാറിന്റെ കാര്യങ്ങൾ, സാറിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ സാർ ഭയങ്കര ഫാഷനബിൾ ആയിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഇത് ഒരു കാരണവശാലും ഒരു ബ്രാൻഡിന്റെ പേര് സാർ പറയണ്ട, സാർ പറയാൻ ആവശ്യം ഞങ്ങൾ പെട്ടില്ല. പ്യോർലി ഇതൊരു പ്രകാശ് വർമ്മ എപ്പിസോഡ് ആയിരിക്കും. അപ്പൊ പറഞ്ഞു, മൂപ്പര് എന്നോട് ആദ്യം പറഞ്ഞ ഹച്ച് പട്ടിയും പറഞ്ഞു മടുത്തു എന്ന് പറഞ്ഞു. ദുബായ് ഷാറുഖ് ഖാനും ഇത് മടുത്തു ഈ ചോദ്യം ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, സാർ ഞങ്ങള് ഹച്ച് പട്ടി ചോദിക്കുന്നുണ്ട്, കാരണം അത് തൊടാതെ എനിക്ക് പ്രകാശ് വർമ്മയിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ആക്ച്വലി. ദുബായ് ഷാറുഖ് ഖാൻ ഞാൻ ചോദിക്കുന്നത്, ബട്ട് ദ എൻറ്റയർ കോൺവെർസേഷൻ വുഡിൻ ബി ബിൽഡ് അറൌണ്ട് ദീസ് 2 ടോപ്പിക്സ് ഞങ്ങൾ എൻഷോർ ചെയ്തു. ആൻഡ് വി ടോൾഡ് ദാറ്റ് സാറിന് ക്യാൻസിന്റെ അവാർഡ് കിട്ടിയിട്ടുള്ളതും സാറിന് കേരള ടൂറിസം, സാർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയും ഇങ്ങനെയൊക്കെയാണ് ബേസിക്കലി നമ്മളത് റിവോൾവ് ചെയ്യുന്നത്. ഞങ്ങൾ എന്തായാലും സാറിനെ കൊണ്ട് കരയിപ്പിക്കില്ല, സാർ കരയിപ്പിക്കും വേണ്ട, ഇതൊരു പ്യോർലി ഒരു എൻകറേജിംഗ് ആണ് സംഭവം എന്ന് പറഞ്ഞു. മൂപ്പര് ആ സ്ക്രിപ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ടപ്പ് എന്ന് പറഞ്ഞാൽ ആ സോഫയിലേക്ക് എറിഞ്ഞിട്ട് എന്നെ പറഞ്ഞു, ബാ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കണ്ടത് അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ഒരു പ്രകാശ് വർമ്മയാണ് ഞങ്ങൾ കണ്ടത്. ദ റീസൺ ഈസ് ലൈക്ക് ഈച്ച് ടൈം വി വർ ചാർട്ടിങ് ദ ടൈം, ബിക്കോസ് 3 മണിക്കൂറാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ ഇത്ര മണിക്കൂർ ഇവിടെ, ഇത്ര മണിക്കൂർ റോഡിൽ, ഇത്ര മണിക്കൂർ ബ്രാഞ്ചിന്, 3 സെക്ഷൻ ഉണ്ട്. അപ്പൊ ഇത് ഇത്ര സമയത്തിന് വൈൻഡ് അപ്പ് ചെയ്തിട്ട് അവിടെ ലൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഈ സമയമാകുമ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട്, സാർ നമുക്കത് വണ്ടിയിൽ വെച്ച് എടുത്താൽ പോരെ, നമുക്ക് ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്താലോ. ആൻഡ് ഐ നോ ഹീസ് കോൾഡിങ് മൈ ക്യാമറമാൻ ടെലിംഗ് ദാറ്റ്, എടാ ഇത് എക്സ്ക്ലൂസീവാ, ഇതാ എവിടെയും ഞാൻ പറഞ്ഞില്ല, എടുക്കടാ അത് ഇത്. ഷോക്ക് ടു ഹിയർ. ഓക്കെ ശരി സാർ, എടുക്കാം, ഓക്കെ ഫൈൻ, ഓക്കെ. പിന്നെ അവൻ പറഞ്ഞു, ചേട്ടാ ഒന്നും വേണ്ട, മൂപ്പര് ഭയങ്കര ഇതിലാണ്, ആൻഡ് ഈസ് റെഡി ടു ഗിവ് സോ മച്ച് ഓഫ് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഓൾസോ, ലെറ്റ്സ് ഗോ ഇറ്റ് ഇൻ ഇറ്റ്സ് ഓൺ വേ എന്ന് പറഞ്ഞു. ആൻഡ് ഹി ഡിഡ് എ മാർവലസ് ജോബ് ആക്ച്വലി. സോ ദാറ്റ് ഹൗ ദ തിങ്സ് ഹാപ്പൻ ആക്ച്വലി. അത് വളരെ എവിഡന്റ് ആണ്. അതായത് പുള്ളിയുടെ സോൾന്ന് വരുന്ന, ഈവൻ വെൻ യു ആർ ഇൻട്രൊഡ്യൂസിംഗ് ദാറ്റ് ലെക്സസ്, അവിടെ ഈ പ്രൊമോഷൻ അല്ല എന്നുള്ളതും എവിഡന്റ് ആണ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് പ്രൊമോഷണൽ ലീഗിൽ വരുന്ന ഒരു സാധനമാണ്. ബട്ട് ഹി ഡസൻ സേ ദാറ്റ്, ആൻഡ് ഹി ഈസ് ഈവൻ കൗണ്ടറിങ് സം ഓഫ് ദോസ് തിങ്സ്. ഐ മീൻ ഞാനൊരു സട്ടിലി കേട്ടിട്ടുള്ളൂ, ഐ എം നോട്ട് ഗോയിങ് ടു ഡീപ്പ്. അപ്പൊ ശരിക്കും പ്രകാശിന്റെ ആ ഒരു സംഭവം ഞാനത് കണ്ടപ്പോൾ എനിക്കത്, ഐ മീൻ ഹി ചിലപ്പോൾ നമ്മളിങ്ങനെ കോൺവെർസേഷനിൽ തന്നെ പലരും വരുമ്പോൾ നമുക്ക് അങ്ങനെ അതിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ 20 മിനിറ്റ് ഒക്കെ ആയിരിക്കും ചോദിക്കുക, കാരണം വെച്ചാൽ അവരുടെ സമയത്തിന് റെസ്പെക്ട് ചെയ്തുകൊണ്ട്. അപ്പൊ പക്ഷെ നമ്മൾ സംസാരിച്ചു വരുമ്പോൾ കുറച്ചും കൂടി സമയം അനുവദിക്കാറുണ്ട്, അവരും അതിൽ ഇൻവോൾവ് ആവാറുണ്ട്. സോ ഐ കുഡ് സെൻസ് ദാറ്റ് തിങ് വെൻ ഹി വാസ് ടോക്കിംഗ്. ആ കുട്ടിയും നല്ലതായിട്ട് അതിനെ ഇത് ചെയ്യുന്നുണ്ട്. എനിക്ക് പലരും അറിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ കുട്ടീനെ ചില ആളുകൾ സിത്താര ആ സമയത്ത് IPL-ന്റെ കോമ്പയർ ആയിരുന്നു മലയാളം. IPL WSL വരുന്ന ഹോസ്റ്റുകൾ എല്ലാവർക്കും ഒരു ക്രൈറ്റീരിയ പാറ്റേൺ ഉണ്ട്. മേജർലി അവര് OTT സാറ്റലൈറ്റിൽ പ്രമുഖരായിരിക്കണം, അവർ ഫേസ് അറിഞ്ഞിരിക്കണം, ദേ നീഡ് an average million views in their content per this. ഇത് ഉണ്ടെങ്കിലാണ് വി ഗെറ്റ് ഇൻ ടു ഇനീഷ്യൽ നെഗോസിയേഷൻ ഓർ ദി കോൺവെർസേഷൻ. പിച്ചിങ്ങിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾ ഇത്രയും ക്രൈറ്റീരിയ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിച്ച് ചെയ്യാറ്. അപ്പോൾ മേജർലി ഒരു ടോക്ക് ഷോ ചെയ്ത അനുഭവം വേണം, കാരണം സെലിബ്രിറ്റി ഗസ്റ്റ് ആണ്.
അപ്പൊ നാളെ ഇത് അവര് നാണം കെടുത്തുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ആണ്. അവര് നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണല്ലോ അവർ 3 മണിക്കൂർ സമയം തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ക്രൈറ്റീരിയാസ് എൻഷോർ ചെയ്ത് ആൻഡ് വി ഗിവ് ഞങ്ങൾ സെലിബ്രിറ്റീസ് കൃത്യമായിട്ട് പറയും, ഇത് ഗോഷ്ഠിയില്ല, ഡാൻസ് ഇല്ല, നിങ്ങളെ ഒരു രീതിയിൽ ഒരു ക്ലിക്ക് ബേറ്റിന് ഞാൻ നിൽക്കില്ല. നിങ്ങളുടെ ടൈം നിങ്ങൾ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നതിന്റെ 200% ആ റെസ്പെക്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇന്നേ വരെ തന്നിട്ടുള്ള സെലിബ്രിറ്റി. അതുകൊണ്ട് ദൈവം സഹായിച്ച് ഇന്നേ വരെ ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള എല്ലാ സെലിബ്രിറ്റീസുമായിട്ട് എനിക്കൊരു റാപ്പും ഉണ്ട്. കാരണം അവർ ആ ചെലവഴിച്ച സമയം അത്രയും ഈ പ്രോഗ്രാം കൊണ്ട് അവർക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം നമ്മൾ പാലിക്കാറുണ്ട്. പ്രകാശിന്റെ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ കൂടുതൽ കോൺവെർസേഷൻസ് കണ്ടിരുന്നു, ബട്ട് ഐ വിൽ ഡെഫിനറ്റ്ലി വാച്ച് ബിക്കോസ് ഇറ്റ്സ് ക്വൈറ്റ് സ്റ്റൈലിഷ്. അത് പറയുമ്പോൾ സ്റ്റൈലിന്റെ കാര്യം പറയുമ്പോൾ ഓൾ ഓഫ് യുവർ കോൺവെർസേഷൻസ് ആർ ലൈക്ക് ഇൻ ഫസ്റ്റ് ഇറ്റ് ഹാസ് ഗോട്ട് ദാറ്റ് പ്രീമിയം ഫീൽ. അതിന്റെ കുറച്ച് റീസൺസ് താങ്കൾ പറഞ്ഞു. എന്നാലും യു ഹാവ് ദാറ്റ് ക്രൈറ്റീരിയ ആസ് ഇൻ ഓൾ ക്രൈറ്റീരിയ ദാറ്റ് ദീസ് തിങ്സ് ഷുഡ് ബി ഫുൾഫിൽഡ്. പ്രസന്റേഷൻ രീതിയാണെങ്കിലും. സോ ഇഫ് യു കുഡ് ഗിവ് സം ഹിന്റ്സ് ഓൺ ഹൗ വാട്ട് ആർ ദ പാരാമീറ്റേഴ്സ് ദാറ്റ് യു സെറ്റ്. നമ്മളിങ്ങനെ ഓല മെഡലിന്റെ ബാറ്റിൽ MRF എന്ന് എഴുതാനായിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ നമ്മളെ ഇൻസ്പയർ ചെയ്തപ്പോ യു ഇൻസ്പയർഡ് പഗ്ഗിനെ ഹച്ച് പട്ടി എന്ന് വിളിക്കാനായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു അഡ്വർടൈസിങ് എസ്പെഷ്യലി നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ തിയേറ്ററിൽ പോയി ഒരു പ്രാവശ്യം കണ്ടിട്ട് വരും. നല്ലതാണെങ്കിൽ 2ാമത്തെ പ്രാവശ്യം, അല്ലെങ്കിൽ ഒരു സ്റ്റാറിന്റെ ഭീകര ഫാൻ ആണെങ്കിൽ. പക്ഷെ നോർമലി ഒരാൾ ഒരു പ്രാവശ്യം ഒരു പരസ്യ ചിത്രം ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും കണ്ടേ പറ്റൂ പല പ്രാവശ്യം. പ്ലെയിനിലിരിക്കുമ്പോൾ അവിടുത്തെ സ്ക്രീനിൽ, തിയേറ്ററിൽ പോകുമ്പോൾ അവിടെ ടിവിയിൽ, ഫോണിൽ കണ്ടേ പറ്റൂ. ബേസിക്കലി നമ്മളൊരു എൻ ഫേസ് ബിൽഡ് ചെയ്യുന്നത്, see, if a person go and do a shoot for Vogue, there are n number of preparations they will do, because it is a Vogue shoot actually. Vogue will do that much of preparation from their side also, because it's a Vogue shoot actually. Okay, അപ്പോൾ ഈ രണ്ടറ്റത്തും അവരെടുക്കുന്ന പ്രിപ്പറേഷൻ ബേസിക്കലി ആ ബ്രാൻഡിന്റെ റെസ്പെക്റ്റ് ആണ്. ഒരു കാലത്ത്, ഞാൻ എന്നെ പറയുന്നില്ല, ഒരു കാലത്ത് ഏതൊരു മനുഷ്യൻ കഷ്ടപ്പെട്ട് ഇന്ന് ഇവിടം വരെ എത്തിച്ചതിന്റെ ഒരു വിത്താണ് ഈ കാണുന്ന ഒരു വലിയ ആൽമരം എന്ന് പറയുന്ന സംഭവം, വോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഡേ 1 തൊട്ട് അതിനൊരു എന്താ പറയാ, ഇങ്ങനെയാവണം ക്രൈറ്റീരിയാസും എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടാണ് ആ സ്ഥാപനം ഇന്നൊരു ഡിസിപ്ലിൻ ഈ ലൈനിലേക്ക് അതൊരു വളർന്നു വന്ന് ഒരു വലിയ വൃക്ഷം പോലെയുള്ള ഒരു അന്താരാഷ്ട്ര ബ്രാൻഡായിട്ട് വന്നിരിക്കുന്നു. സോ നമ്മൾ ഇൻസ്പയർ ആവുന്നത് ബേസിക്കലി ഇങ്ങനത്തെ കാരണവന്മാർ ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങളിലാണ് നമ്മൾ ഇൻസ്പയർഡ് ആവുന്നത് ആക്ച്വലി. അപ്പോൾ നമ്മുടെ ക്രൈറ്റിൽ വരുമ്പോൾ നമ്മളും ചിന്തിക്കുന്നത് നാളെ 3 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം 10 വർഷം കഴിയുമ്പോൾ ചാനലിന്റെ പേര് വാബി സാബി ലൈഫ് സ്റ്റൈൽ എന്നാണ്. വാബി സാബി എന്ന് പറയുന്നത് ബ്യൂട്ടി ഓഫ് ഇംപെർഫെക്ഷൻ എന്നാണ് അതിന്റെ അർത്ഥം. ഡു യു ബിലീവ് ഇൻ ദ ബ്യൂട്ടി ഓഫ് ഇംപെർഫെക്ഷൻ? Absolutely.